3, 2, 1. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എലിൻസ് പ്ലാനിംഗ് സ്റ്റുഡിയോ. അപ്പോൾ നമ്മൾ ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേന്റെ ഒരു ആക്ടിവിറ്റി ആണ് ചെയ്യുന്നത്. എനിക്കൊരു ബാഡ്ജ് കണ്ട, അതുകൊണ്ട് സെയിം ബാഡ്ജ് ഞാനൊരു കോപ്പി ആയിട്ട് ഒരു വീഡിയോയിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ മുകളിൽ തരാട്ടാ. അപ്പൊ നമ്മൾ ഇന്ന് ഒരു പെയിന്റിംഗ് ആക്ടിവിറ്റി ആണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഷേവിംഗ് ഫോം വെച്ചിട്ട് ഒരു ഇന്ത്യൻ ഫ്ലാഗിനെ കളർ ചെയ്യാൻ പോസിബിൾ ആയിരിക്കുമോ? അതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഞാൻ എടുത്തേക്കുന്നത്, ഒരു ഇന്ത്യൻ ഫ്ലാഗ് ഞാൻ വരച്ചു വെച്ചിട്ടുണ്ട്, പിന്നെ 3 കളേഴ്സ് എടുത്തിട്ടുണ്ട്, റെഡ്, ബ്ലൂ, പിന്നെ യെല്ലോ. അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്തിനായിരിക്കും യെല്ലോയും ബ്ലൂവും എടുത്തേക്കുന്നത്? എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ യെല്ലോയും ബ്ലൂവും മിക്സ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിനായിട്ട് ഗ്രീൻ പുതിയതായിട്ട് ആക്ടിവിറ്റി അല്ലേ. പിന്നെ ബാക്കിയുള്ള സാധനങ്ങള് ഒരു വൈറ്റ് ബ്ലൂ ഞാൻ എടുത്തിട്ടുണ്ട്, ഒരു ഷേവിംഗ് ഫോം പറഞ്ഞ പോലെ, പിന്നെ 3 കപ്സ്, 1, 2, പിന്നെ 3, പിന്നെ മറ്റേ ഈ ചക്രം ഇല്ലേ, ചക്രം നമ്മൾ ചെയ്യാൻ പോവാണ്. അപ്പൊ ഈ 3 കപ്സ് ഇല്ലേ, അതിനകത്ത് വൈറ്റ് ഗ്ലൂ ആഡ് ചെയ്യണേ. അപ്പൊ ഇനി നമ്മള് എല്ലാ കപ്സിലേക്കും ഷേവിംഗ് ഫോം ആഡ് ചെയ്യാൻ പോവാട്ടാ. ഇനി നമ്മള് ഈ സ്പൂൺസ് എടുത്തിട്ട് മിക്സ് ആക്കാം. ഇപ്പൊ നമ്മള് ബ്ലൂവും ഷേവിംഗ് ഫോമും മിക്സ് ആക്കി. ഇനി നമുക്ക് കളേഴ്സ് ആഡ് ചെയ്യാം. കണ്ടില്ലേ, 3 കളേഴ്സ് ആക്കി. വൈറ്റ് നമ്മൾ കളറാക്കിയിട്ടില്ല, കാരണം വൈറ്റ് തന്നെയല്ലേ, നമുക്ക് വൈറ്റ് വേറൊരു കളറാക്കാൻ പറ്റൂലല്ലോ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്പൂൺ എടുത്തിട്ട് ഓരോ ബോക്സ് ഇല്ലേ അതിനകത്ത് ഇങ്ങനെ കളർ ചെയ്യാം. ഇപ്പൊ നമ്മള് ഇന്ത്യൻ ഫ്ലാഗിന്റെ എല്ലാ ബോക്സസും ഇങ്ങനെ കളർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇന്ത്യൻ ഫ്ലാഗിന്റെ നടുക്കുള്ള അശോക ചക്രം ഒട്ടിക്കണം. ഇത് നല്ല ഫൺ എക്സ്പെരിമെന്റ് ആയിരുന്നു. നിങ്ങൾക്ക് ഇത് നല്ലൊരു ഈസി എക്സ്പെരിമെന്റ് അല്ലേ? നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത് നല്ലൊരു ഈസി എക്സ്പെരിമെന്റ് ആണ്. ഇത് നല്ല ഫൺ ആയിരുന്നു, ഭയങ്കര ഈസി ആയിരുന്നു. ഇതിപ്പോ ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ടായിരുന്നു ഞാനിപ്പോ ഇന്ത്യൻ ഫ്ലാഗ് ചെയ്തത്. നിങ്ങൾക്ക് വേറെ നിങ്ങൾ ഡ്രോയിങ്സ് ചെയ്യാം. ഓക്കെ, ഇനി ഇത് ഉണങ്ങാൻ വെക്കണം. ഇനി ഇത് ഉണങ്ങി കഴിഞ്ഞിട്ട് ഞാൻ റിസൾട്ട് എന്താണെന്ന് പറയാം.